2026 ഏപ്രിൽ 1-ാം തീയതി മുതൽ പാൻ കാർഡുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. ഈ മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ ബാങ്ക് ഇടപാടുകൾക്കും മറ്റും വലിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണണം. ആദ്യത്തെ പ്രധാന കാര്യം പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുന്നവരെ കുറിച്ചാണ്. ഇതുവരെ നമുക്ക് ആധാർ കാർഡ് മാത്രം ഉപയോഗിച്ച് പാൻ കാർഡിന് അപേക്ഷിക്കാമായിരുന്നു. എന്നാൽ 2026 ഏപ്രിൽ 1 മുതൽ ഈ രീതി മാറുകയാണ്. ഇനി മുതൽ ആധാർ കാർഡ് മാത്രം നൽകിയാൽ പാൻ കാർഡ് കിട്ടില്ല. ജനനത്തീയതി തെളിയിക്കുന്നതിനായി മറ്റൊരു രേഖ കൂടി നിർബന്ധമായും നൽകണം. അത് നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റോ ജനന സർട്ടിഫിക്കറ്റോ വോട്ടർ ഐഡിയോ പാസ്പോർട്ടോ ഒക്കെ ആകാം. ആധാർ കാർഡിൽ ജനനത്തീയതി ഉണ്ടെങ്കിലും അതുമാത്രം ഇനി മതിയാകില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം പാൻ കാർഡിലെ പേരും ആധാർ കാർഡിലെ പേരും തമ്മിലുള്ള പൊരുത്തമാണ്. പാൻ കാർഡിലെ പേര് ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ ആയിരിക്കണമെന്ന് സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. അക്ഷരത്തെറ്റുകളോ ഇനി ഇനിഷ്യലുകളിൽ മാറ്റമോ ഉണ്ടെങ്കിൽ അതും തിരുത്തേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് ഉപയോഗിച്ചുള്ള സാമ്പത്തിക ഇടപാടുകൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി പാൻ കാർഡ് അപേക്ഷാ ഫോമുകളെ കുറിച്ചാണ്. നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ഫോം 49A ഇനി ഉണ്ടാകില്ല. അതിന് പകരം ഫോം 93 എന്ന പുതിയ ഫോമാണ് വരുന്നത്. അതുപോലെ പ്രവാസികൾക്കും കമ്പനികൾക്കുമൊക്കെ പ്രത്യേക ഫോമുകൾ നിലവിൽ വരും. പഴയ ഫോമുകളിൽ നൽകുന്ന അപേക്ഷകൾ ഏപ്രിൽ 1-ന് ശേഷം സ്വീകരിക്കില്ല എന്നാണ് നിലവിൽ ലഭ്യമായ വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അടുത്തതായി പലരും ചോദിക്കുന്ന ഒന്നാണ് പാൻ ആധാർ ലിങ്കിങ്. 2025 ഡിസംബർ 31 വരെയായിരുന്നു ഇതിൻ്റെ അവസാന തീയതി. നിങ്ങൾ ഇതുവരെ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് ഇപ്പോൾ പ്രവർത്തനരഹിതം അഥവാ ഇൻഓപ്പറേറ്റീവ് ആയിട്ടുണ്ടാകും. ഇങ്ങനെ സംഭവിച്ചാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പണമിടപാടുകളുടെ കാര്യത്തിലും പുതിയ പരിധികളുണ്ട്. അതുപോലെ വസ്തു ഇടപാടുകൾക്ക് 20 ലക്ഷം രൂപയും വാഹനങ്ങൾ വാങ്ങാൻ 5 ലക്ഷം രൂപയുമാണ് പുതിയ പരിധി. ഈ പരിധികൾക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് പാൻ കാർഡ് ഇല്ലെങ്കിൽ ഇനി പണി പാളും. കൂടാതെ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് പിടിക്കുന്ന നികുതി അഥവാ TDS ഇരട്ടിയായി വർദ്ധിക്കും. 10% പിടിക്കേണ്ടടുത്ത് 20% വരെ നികുതി നൽകേണ്ടി വരും. ഇതൊഴിവാക്കാൻ 1000 രൂപ പിഴയടച്ച് പാൻ കാർഡ് വീണ്ടും സജീവമാക്കണം. ഇതിനായി ഇൻകം ടാക്സ് പോർട്ടലിൽ പോയി പണമടച്ച് ലിങ്ക് ചെയ്യുകയാണ് വേണ്ടത്. പാൻ കാർഡ് ഉപയോഗിക്കേണ്ടി വരുന്ന ഇടപാടുകളുടെ പരിധിയിലും മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ 50,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ഇടപാടുകൾക്കും പാൻ നിർബന്ധമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ബാങ്ക് നിക്ഷേപങ്ങൾക്കും പിൻവലിക്കലുകൾക്കും ഒരു വർഷം 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഇടപാട് നടത്തുമ്പോഴാണ് പാൻ കാർഡ് നിർബന്ധമാകുന്നത്. അതുപോലെ 5 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള വാഹനങ്ങൾ വാങ്ങുമ്പോഴും 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഹോട്ടൽ ബില്ലുകൾ അടയ്ക്കുമ്പോഴും പാൻ കാർഡ് കാണിക്കണം. നിങ്ങൾ പാൻ കാർഡിന് അപേക്ഷിക്കുമ്പോഴോ തിരുത്തലുകൾ വരുത്തുമ്പോഴോ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആധാറിലെ പേരും ജനനത്തീയതിയും ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ കയ്യിൽ കരുതണം. കാരണം OTP വഴിയാണ് പല കാര്യങ്ങളും നടക്കുന്നത്. പാൻ കാർഡുമായി ബന്ധപ്പെട്ട ഈ പുതിയ മാറ്റങ്ങൾ ഏപ്രിൽ 1-ന് മുന്നേ തന്നെ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രമായോ CSC സെന്ററുകളുമായോ ബന്ധപ്പെടുക. OTP നമ്പറുകളോ പാസ്വേഡുകളോ ആർക്കും കൈമാറരുത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാം. സംശയങ്ങൾ കമൻ്റായി ചോദിക്കാം.